അങ്ങനെ 11 ദിവസത്തോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി കസേരയ്ക്കായി വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നടത്തിയ വടംവലിയായിരുന്നു പ്രഖ്യാപനം നൽകാൻ ഒരു പ്രധാന കാരണമായത്. പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ കെ സി വേണുഗോപാലിനായിരുന്നു തുടക്കം മുതൽ വാർത്തകൾ. കസേരയ്ക്കായി പോരാട്ടം കടുത്തതോടെ AICC നേതൃത്വം സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ 43ഓളം പേരാണ് വേണുഗോപാലിനെ പിന്തുണച്ചതെന്ന് റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ പ്രവർത്തകരുടെയും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണ സതീശനായിരുന്നു. ഒടുക്കം വി ഡി സതീശൻ എന്ന പേര് AICC നേതൃത്വം ഉറപ്പിച്ചു. ഒടുവിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള നേതൃത്വത്തിന്റെ തീരുമാനം, അതായത് പൂർണ്ണ തീരുമാനത്തിൽ സംതൃപ്തനാണെന്ന് കെ സി ഗോപാലിന്റെ പ്രതികരണവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നു. UDFന്റെ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച വി ഡി സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. ഹൈക്കമാൻഡ് ഇന്നാണ് തീരുമാനിച്ചത്, അതായത് ആ മുഖ്യമന്ത്രി വി ഡി സതീശനെ ആക്കിക്കൊണ്ടുള്ളത്. ആ തീരുമാനം ശിരസ വഹിക്കുന്നു. ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. എല്ലാ വശങ്ങളും പരിഗണിച്ച ശേഷമാണ് നേതൃത്വം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കർണാടകയിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ ഹിമാചൽ പ്രദേശ് ആയാലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളായിരുന്നു ഞാൻ. കേരളമായതുകൊണ്ട് ഞാൻ പ്രഖ്യാപനത്തിൽ നിന്ന് മാറി നിന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നാണ് കെ സി പറഞ്ഞത്. നേതൃത്വത്തിന് പല പരാമർശങ്ങളും അല്ലെങ്കിൽ പല പാരാമീറ്റേഴ്സും ഉണ്ടാകും, കെ സി വേണുഗോപാൽ പറഞ്ഞു. അതേസമയം AICC അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്താണ് കെ സി വേണുഗോപാലിനെ നേതൃത്വം അനുനയിപ്പിച്ചത് എന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ AICC അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. 1 വർഷത്തിന് ശേഷം അദ്ദേഹം സ്ഥാനമൊഴിയും. ഈ സ്ഥാനത്തേക്ക് കെ സി എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിനെ കടുത്ത അതൃപ്തി അറിയിച്ചുവെന്നാണ് വിവരം. മുതിർന്ന നേതാവ് മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന തന്റെ സീനിയോറിറ്റി പോലും പരിഗണിക്കാതെ നേതൃത്വം തീരുമാനമെടുത്തത് ചെന്നിത്തല അമർഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ രമേശ് തിരുവനന്തപുരം മരുതക്കാട്ടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ AICC നേതൃത്വം ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടിരുന്നു. പ്രഖ്യാപനം അറിയിക്കുക മാത്രമാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയും ചെന്നിത്തലയുമായി ഒരു അരമണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. രാഹുലിനോടും തന്റെ അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല മന്ത്രിസഭയിൽ ചേരില്ല എന്ന കടുത്ത നിലപാടിലാണ് അദ്ദേഹമെന്നും ചെന്നിത്തലയോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്.